നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആകെ മൊത്തം 27 നക്ഷത്രങ്ങളാണുള്ളത്. അശ്വതിയിൽ തുടങ്ങി രേവതിയിൽ അവസാനിക്കുന്ന ഈ നാളുകാർക്ക് നക്ഷത്രപ്രകാരം ജന്മനക്ഷത്ര ക്ഷേത്രങ്ങളുണ്ട്. ഈ നക്ഷത്രത്തിൽ പിറന്ന വ്യക്തി ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുന്നത് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ കാരണമാകും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ജന്മനക്ഷത്ര പ്രകാരം ഓരോരുത്തരും ദർശനം നടത്തേണ്ട ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ഇതുവരെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് നിങ്ങളുടെ നാള് പ്രകാരമുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് സർവ്വൈശ്വര്യങ്ങളും തരും, നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാക്കും. അപ്പോൾ നമുക്ക് ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാർ നിർബന്ധമായിട്ടും ജന്മനക്ഷത്ര പ്രകാരം ദർശനം നടത്തേണ്ട ക്ഷേത്രമാണ് കണ്ണൂരിലെ വൈദ്യനാഥ ക്ഷേത്രം. രോഗശാന്തിക്ക് പേര് കേട്ടതാണ് ഈ ഒരു ക്ഷേത്രം. ഭരണി. ജന്മനക്ഷത്ര പ്രകാരം ഭരണി നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ക്ഷേത്രം തൃക്കടവൂർ ശിവക്ഷേത്രമാണ്. കാർത്തിക. ജന്മനക്ഷത്ര പ്രകാരം കാർത്തികക്കാർക്ക് തെക്കൻ പഴനി എന്നറിയപ്പെടുന്ന ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് പോകേണ്ടത്. രോഹിണി. നക്ഷത്രപ്രകാരം തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് രോഹിണി നക്ഷത്രക്കാർ പോകേണ്ടത്. മകൈര്യം. മകൈര്യം നക്ഷത്രക്കാർ പെരുന്ന ശ്രീമുരുക ക്ഷേത്രത്തിലാണ് നക്ഷത്രപ്രകാരം പോകേണ്ടത്. താരകാസുര വധത്തിന് ശേഷമുള്ള ഉഗ്രരൂപിയായ സുബ്രഹ്മണ്യനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. തിരുവാതിര. തിരുവാതിര നക്ഷത്രക്കാർ മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. പുണർദം. പുണർദം നക്ഷത്രക്കാർ ജന്മനക്ഷത്ര പ്രകാരം കവിയൂർ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. ഇത് ഏറെ ഗുണം നൽകുന്ന ഒരു ക്ഷേത്രമാണ്. പൂയം. പൂയം നക്ഷത്രക്കാർ ജന്മനക്ഷത്ര പ്രകാരം പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. ആയില്യം. ആയില്യം നാളുകാർ ജന്മനക്ഷത്ര പ്രകാരം കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് പോകേണ്ടത്. ഒരു തവണയെങ്കിലും ഉത്സവ സമയത്ത് ഈ നക്ഷത്രക്കാർ ഈ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക. മകം. മകം നക്ഷത്ര ജാതർ തിരുവനന്തപുരത്തെ പഴവങ്ങാടി ശ്രീ ഗണപതി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. പൂരം. പൂരം നക്ഷത്രക്കാർ പോയിരിക്കേണ്ടത് ചോറ്റാനിക്കര ക്ഷേത്രത്തിലാണ്. ഉത്രം. ഉത്രം നക്ഷത്രക്കാർ ജന്മനക്ഷത്ര പ്രകാരം ദക്ഷിണകാശി എന്ന കണ്ടിയൂർ ശ്രീ ശിവക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. അത്തം. അത്തം നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ടത് കോട്ടയത്തെ തൃക്കൊടിത്താനം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. ചിത്തിര. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർ ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഒരു തവണയെങ്കിലും ദർശനം നടത്തിയിരിക്കണം. ചോതി. ചോതി നക്ഷത്രക്കാർ ജന്മനക്ഷത്ര പ്രകാരം പാമ്പുമ്മേക്കാട്ട് മന ക്ഷേത്രത്തിലാണ് ഒരു തവണയെങ്കിലും ദർശനം നടത്തേണ്ടത്. വിശാഖം. വിശാഖം നക്ഷത്രക്കാർ പോകേണ്ടത് ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലാണ്. ഈ ഒരു ക്ഷേത്രത്തിൽ ഒരു തവണയെങ്കിലും വിശാഖ നക്ഷത്രക്കാർ പോയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അനിഴം. അനിഴം നാളുകാർ പോകേണ്ട ക്ഷേത്രം ശബരിമലയാണ്. തൃക്കേട്ട. തൃക്കേട്ടക്കാർ നക്ഷത്രപ്രകാരം പോകേണ്ടത് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലാണ്. ഇത് സർവ്വൈശ്വര്യങ്ങൾക്കും കാരണമാകും. മൂലം. മൂലം നക്ഷത്രക്കാർ പോകേണ്ടത് കൊട്ടാരക്കര ശ്രീ ഗണപതി ക്ഷേത്രത്തിലാണ്. പൂരാടം. പൂരാടം നക്ഷത്രക്കാർ നിർബന്ധമായിട്ടും കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഒരു തവണയെങ്കിലും ദർശനം നടത്തിയിരിക്കണം. ഉത്രാടം. ഉത്രാടം നക്ഷത്രക്കാർ പോയിരിക്കേണ്ടത് തുറവൂർ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ്. തിരുവോണം. തിരുവോണം നക്ഷത്രക്കാർ പോകേണ്ടത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ്. അവിട്ടം. അവിട്ടം നാളുകാരുടെ ജന്മക്ഷേത്രമായിട്ട് പറയുന്നത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ അവിട്ടം നക്ഷത്രക്കാർ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ദർശനം നടത്തിയിരിക്കണം. ചതയം. ചതയം നാളുകാർ തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഒരു തവണയെങ്കിലും പോയി ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക. പൂരുരുട്ടാതി. പൂരുരുട്ടാതി നാളുകാർ ജന്മനക്ഷത്ര പ്രകാരം പോകേണ്ടത് ആറന്മുളയിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. ഉത്രട്ടാതി.
ഉത്രട്ടാതി നക്ഷത്രക്കാർ ജന്മനക്ഷത്ര പ്രകാരം വൈക്കം ശിവക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. രേവതി നക്ഷത്രക്കാർ ഇവരുടെ ക്ഷേത്രമായിട്ട് കണക്കാക്കേണ്ടത് കാസർഗോഡ് ജില്ലയിലെ അനന്തപുരം ക്ഷേത്രമാണ്. ഇത് തിരുവനന്തപുരം പത്മസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലക്ഷേത്രമാണ്. നമ്മളെല്ലാവരും തന്നെ ക്ഷേത്ര ദർശനം നടത്തുന്നവരാണ്. അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതിൽ ചിലതിലെങ്കിലും പലരും പോയിട്ടുണ്ടാകും എന്നുള്ളതും അറിയാം. ഓരോരുത്തർക്കും ഇഷ്ടക്ഷേത്രങ്ങൾ ഉണ്ടാവും. ആ ഇഷ്ടക്ഷേത്രങ്ങളിൽ മാസത്തിലോ വർഷത്തിലോ പോയി തൊഴുത് പ്രാർത്ഥിച്ചു വരുന്നവരായിരിക്കും എല്ലാവരും. എന്നിരുന്നാലും നമ്മുടെ ജന്മനക്ഷത്ര പ്രകാരം നമ്മൾ നിർബന്ധമായിട്ടും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ദർശനം നടത്തിയിരിക്കേണ്ട ക്ഷേത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതുവരെ ഈ ക്ഷേത്രങ്ങളിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് പോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഇത് കാരണം വന്നു ഭവിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവിനായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.